സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ അറിയിക്കാൻ വന്നിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യത്തിൻ്റെ ഒരു ഏകദേശമൊക്കെ ബാക്കിയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം ഇലക്ഷൻ്റെ കാര്യങ്ങൾ, ഇലക്ഷനെല്ലാം നമ്മുടെ കഴിഞ്ഞിട്ട് ഇനി 2 ദിവസം കൂടി, അതായത് ഇന്ന് കഴിഞ്ഞാൽ ഇനി 3 ദിവസം കൂടി മാത്രമാണ് ഇലക്ഷൻ്റെ റിസൾട്ട് വരാനായിട്ട് നമ്മൾ കാത്തിരിക്കേണ്ട ഒരു സമയമെന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ആ ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്നതിന് മുൻപ് തന്നെ എല്ലാ മാധ്യമ പാപ്പരാസികളും ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. അതായത് LDF ആണോ ജയിക്കാൻ പോകുന്നത്, BJP ആണോ ജയിക്കാൻ പോകുന്നത്, UDF ആണോ ജയിക്കാൻ പോകുന്നത് എന്നുള്ള ചർച്ചകളിൽ പല കൊങ്ങികളും കൊങ്ങിക്കുട്ടികളും കൊങ്ങി ചേച്ചിമാരും എല്ലാം രംഗത്തേക്ക് തലപൊക്കിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പം അങ്ങനെ ഞാൻ ഇന്ന് കണ്ടൊരു വാർത്ത നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടും അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടുമാണ് ഞാൻ ഈ വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് കൊങ്ങിക്കുട്ടികളും കൊങ്ങി ചേച്ചിമാരും ഒക്കെ ഇന്ന് വന്നിട്ട് ഈ മെഴുകുന്നതെന്നുള്ളൊരു വാർത്ത നമുക്ക് ആദ്യം ഒന്ന് കണ്ടു നോക്കാം. അത് കണ്ടിട്ട് എന്തായാലും ഞാൻ അതിനെപ്പറ്റി കൂടുതലായിട്ട് ചർച്ച ചെയ്യാം. നമുക്ക് നേരെ ആ ഒരു വീഡിയോയിലേക്ക് പോകാം. അരുൺകുമാർ എന്ന് പറയുന്ന ഒരു CPM നേതാവിൻ്റെ അടുത്ത് ദീപ്തി മേരി വർഗീസോ, എന്താണ് അവരുടെ പേര്, ദീപ്തി മേരി വർഗീസ്, അഡ്വക്കേറ്റ് ദീപ്തി മേരി വർഗീസ് സംസാരിക്കുന്ന ഒരു കാര്യമാണ്. കൊങ്ങികളുടെ അടിമയായിട്ടുള്ള ഒരു കൊങ്ങിക്കുട്ടിയായിട്ടുള്ള ദീപ്തി മേരി വർഗീസ് സംസാരിക്കുകയാണ്. അതിൻ്റെ നടുക്കിരിക്കുന്നത് മാത്തു സജി എന്ന് പറയുന്ന ജേർണലിസ്റ്റാണ്. അതായത് അടിമത്തത്തിൻ്റെ ഒന്നും മുൻപിൽ വീണു പോവാത്ത, ഒരു അടിമയും അല്ലാത്ത ഒരു നല്ലൊരു ജേർണലിസ്റ്റ്, അത് തന്നെയാണ് മാത്തു സജി. മാത്തു സജിയും അതേപോലെ തന്നെ CPMൻ്റെ നേതാവും വേറൊരു കൊങ്ങിക്കുട്ടിയും കൂടെ ഒരുമിക്കുന്ന ആ ഒരു ചർച്ചയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ചർച്ച ചെയ്യുന്നുള്ള വീഡിയോ നേരെ കണ്ടിട്ട് നമുക്ക് എന്തായാലും ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം. ഇത് എന്തൊരു തൊലിക്കട്ടിയാണെന്ന് ആലോചിക്കുന്നത് അരുൺകുമാർ ഇങ്ങനെ വന്നിരുന്ന് പറയാൻ. അഴിമതി നടത്തിയ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ വരെ അഴിമതി അല്ലായിരുന്നു അരുൺകുമാർ. മുഖ്യമന്ത്രിയുടെ മകളുടെ മാസപ്പടിയുടെ അഴിമതി കഥകളല്ലേ ഈ കേരളം മുഴുവൻ കേട്ടുകൊണ്ടിരുന്നത്. ഇത് കേന്ദ്ര ഗവൺമെന്റുമായി സെറ്റിൽമെന്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ, BJPയുമായി ഒരു ഡീൽ ഉണ്ടാക്കിയില്ലായിരുന്നെങ്കിൽ, BJPയുമായി സെറ്റിൽമെന്റ് ഉണ്ടായിരുന്നില്ലെങ്കിൽ നിങ്ങളുടെ മുഴുവൻ അഴിമതികളും ഇന്ന് ED അന്വേഷിക്കുമായിരുന്നല്ലോ. EDയും അന്വേഷണമെല്ലാം പകുതിക്ക് വെച്ച് നിൽക്കുകയല്ലേ. മുഖ്യമന്ത്രിയുടെ മകളുടെ മറ്റുള്ള അഴിമതി കഥകളെല്ലാം പകുതിക്ക് വെച്ച് നിൽക്കുകയല്ലേ. സ്വർണ്ണക്കള്ളക്കടത്ത് ഉൾപ്പെടെ അവിടെ നിൽക്കുകയല്ലേ. ലൈഫ് മിഷന്റെ എന്തായി, ലൈഫ് മിഷൻ അഴിമതി എന്തായി? അപ്പോ അഴിമതി ഇല്ല എന്നൊക്കെ കേരളത്തിലെ ജനങ്ങളോട് പറയരുത്. അത് മുഴുവൻ അല്ല ദീപ്തി മേരി വർഗീസേ, അഴിമതി ഇല്ലാത്തൊരു ടീമാണ് നിങ്ങൾ UDF എന്ന് നിന്നോട് ആരാ പറഞ്ഞേ? നീ പറയുകയാണ് ഇടതുപക്ഷം വലിയ അഴിമതിയാണ്, മുഖ്യമന്ത്രിയുടെ മകളടക്കം ശബരിമല വിഷയമടക്കം ഒരുപാട് വിഷയങ്ങളിൽ അഴിമതി കാണിച്ചൊരു നേതാവാണ് ശ്രീ പിണറായി വിജയൻ എന്നാണ് ദീപ്തി മേരി വർഗീസ് പറയുന്നത്. അടിമകൾ എന്തെങ്കിലും കൊടുത്തിരിക്കുന്ന സാധനവും ചവച്ച് തിന്നുകൊണ്ട് വന്നിരുന്ന ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് ഇങ്ങനെ മെഴുകാൻ നാണമില്ല സ്ത്രീയെ നിനക്ക്? എനിക്കതേ ചോദിക്കാനുള്ളൂ. നാണമാവില്ലേ? നിങ്ങൾ മുക്കിയ വയനാട്ടിലെ ഫണ്ട് എവിടെ? വീട് ഫണ്ട് വീട് കോൺഗ്രസേ, നിങ്ങൾ പിരിച്ചതല്ലേ, അല്ലെങ്കിൽ നിങ്ങൾ മുക്കിയതല്ലേ? എന്ത് തെളിവാണുള്ളത്? അല്ലെങ്കിൽ നിങ്ങൾ ആ ഫണ്ട് വെച്ചിട്ട് വീട് പണിത് നൽകാമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആ വീട് പണിത് നൽകി, അല്ലെങ്കിൽ ആ ഫണ്ട് എടുത്ത് നിങ്ങൾ ആപ്പ് നിർമ്മിച്ചു, അത് കുറച്ച് പൈസ ബാങ്കിൽ കിടപ്പുണ്ട്, അതിൻ്റെയൊക്കെ തെളിവ് എവിടെയാണ്? എന്തെങ്കിലും കമാന്നൊരക്ഷരം മിണ്ട നിന്നോടൊക്കെ കഴിയുന്നുണ്ടോ? ഒന്നും ചെയ്യാതെ കൈയില്ലാത്തവൻ വിരലില്ലാത്തവനെ കളിയാക്കുന്നു എന്ന് ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യം പോലെ തന്നെ നീയൊക്കെ വന്ന് വലിയ രീതിയിൽ മെഴുകുകയാണ്, വായിട്ട് അലിക്കുകയാണ്. LDF ഈ നാട്ടിൽ അഴിമതിയാണ് ചെയ്യുന്നതെന്നുള്ളത്. LDF ഈ നാട്ടിൽ അഴിമതി ചെയ്യുന്നില്ല എന്ന് ആരും പറയുന്നില്ല. LDF അഴിമതി ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ ഈ നാട്ടിലെ ജനങ്ങളുടെ ഹിതം അറിഞ്ഞ് അവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. 100 കാര്യങ്ങൾക്കിടയിൽ 2 കാര്യങ്ങൾ കൊള്ളരുതാത്തത് കാണും. എല്ലാ മനുഷ്യരും 100% പെർഫെക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാവരുടെയും ഭാഗത്ത് അവരുടേതായിട്ടുള്ള കുറവുകളും കുറ്റങ്ങളും ഒക്കെ കാണും. 100% ആയിട്ടുള്ള ശരിയായിട്ടുള്ള ഒരു മനുഷ്യനും ഈ നാട്ടിലില്ല, അല്ലേ? അത് കേരളത്തിലെന്നല്ല മറ്റൊരു സംസ്ഥാനത്തിലും ഇല്ല. അങ്ങനെ ഇരിക്കെ മുഖ്യമന്ത്രി ഇങ്ങനെ ചെയ്യുന്നതെല്ലാം തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ആർക്കോ വേണ്ടി നല്ല കൊങ്ങികൾക്ക് വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുക്കുന്ന ഈ അഡ്വക്കേറ്റ് ദീപ മേരി നാണമില്ലേ? നിങ്ങൾ മുഖ്യ ഫണ്ടിനെ പറ്റി ആദ്യം സംസാരിക്കുക, എന്നിട്ട് നിങ്ങൾ പറയാം LDF ഈ നാട്ടിൽ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത്. കേട്ടോ, നിങ്ങളുടെ മെഴുകൽ കേട്ടിട്ടാണ് ഈ ജനങ്ങളൊക്കെ വോട്ട് ചെയ്യാൻ പോകുന്നത്? അല്ലെ നിങ്ങളുടെ മെഴുകൽ കേട്ടിട്ടാണ് ഈ ജനവിധി ഇനി അറിയാൻ പോകുന്നത്? എന്തായാലും വിധി നമുക്ക് 2 ദിവസത്തിനകത്ത് അറിയാൻ പറ്റും. ആ വിധി അറിയുന്ന സമയത്തും ഈ മെഴുകലൊക്കെ തന്നെ ഒന്ന് കാണണം. ഇവിടെ LDF തുടരുമെന്ന് ഞാൻ പറയുന്നില്ല. LDF തുടർന്നാലും തുടർന്നില്ലെങ്കിലും, അല്ലെങ്കിൽ പിണറായി വിജയൻ തുടരണമെന്ന് ഞാൻ പറയുന്നില്ല. പിണറായി വിജയൻ തുടർന്നാലും തുടർന്നില്ലെങ്കിലും ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഇത്രയും നാളും കിട്ടിയിരുന്ന സ്വാതന്ത്ര്യം, അവർക്ക് എന്തും എവിടെയും തുറന്നു പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം എല്ലാം ഈ നാട്ടിൽ ഉണ്ടാവുന്ന, അല്ല അതൊക്കെ നൽകുന്ന ഒരു പാർട്ടി വേണം. അങ്ങനെ ഒരു പാർട്ടി എന്ന് പറയാനായിട്ട് ശരിക്കും LDF മാത്രമേ ഉള്ളൂ. UDFനെ നമുക്കതിന് പറയാൻ പറ്റത്തില്ല, BJP അതിൽ പറയാൻ പറ്റത്തില്ല. ഇവർ പറയുന്ന LDF BJPയുമായിട്ട് സഖ്യം ചേർന്ന് നിന്നുകൊണ്ട് എന്തൊക്കെയോ കളികൾ കളിച്ചതിൻ്റെ പരമായിട്ട് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ED അന്വേഷണം വരുന്നില്ല എന്നാണ്.
അങ്ങനെയെങ്കിൽ നിങ്ങൾ ഈ മുഖ്യ ഫണ്ടിനെ പറ്റിയുള്ള അപ്ഡേഷൻസ് ഒക്കെ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ബി ജെ പിക്കാണ് അല്ലേ? അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ബി ജെ പിയുമായിട്ട് സഖ്യം ചേർന്ന് നിന്നുകൊണ്ട് ഇലക്ഷൻ്റെ പ്രചാരണ വേളയിൽ തന്നെ ബി ജെ പിയും അതേപോലെ തന്നെ യു ഡി എഫും ഒക്കെ ശബരിമല വിഷയത്തിൻ്റെ ആ ഒരു പാട്ടും എടുത്തിട്ടുകൊണ്ട് പോകുന്നൊരു കാര്യം നമ്മൾ കണ്ടു. പല ബി ജെ പി നേതാക്കന്മാരും ഈ പറയുന്ന യു ഡി എഫിനൊപ്പം നിൽക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു. അത് സൗഹൃദത്തിൻ്റെ പേരിലാണെന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല. നിങ്ങൾ ഈ പറയുന്ന എൽ ഡി എഫും ബി ജെ പി ഒരുമിച്ച് നിന്ന് എൽ ജെ പി ആണെന്ന് നിങ്ങൾ പറയാൻ ശ്രമിക്കുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം ശരിക്കും എൽ ജെ പിയേക്കാൾ കൂടുതൽ ഒരു പ്രാധാന്യം യു ജെ പിക്കാണെന്നുള്ളത്. അല്ലെ എൽ ജെ പി അല്ലെങ്കിൽ സി ജെ പി എന്നൊക്കെ നിങ്ങൾ പറയുമ്പോൾ അത് ശരിക്കും യോജിക്കുന്നത് യു ജെ പിക്കാണ്. യു ഡി എഫും ബി ജെ പിയുടെ ചേർന്ന് ലയിച്ച യു ജെ പി. നിങ്ങൾ എന്താണ് സ്ത്രീയെ ഇങ്ങനെ നടന്ന് മെഴുകുന്നത്? ബാക്കിയുണ്ടോ? അരുൺകുമാർ കൊടുക്കുന്ന മറുപടിയൊക്കെ ഉണ്ട് കേട്ടോ, അതൊന്ന് കണ്ടുപോക്കാം. ഇപ്പൊ ഇവിടെ നിന്ന് വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അഴിമതിയുടെ മുഖമായിരുന്നു പിണറായി വിജയന്റെ ഗവൺമെന്റ് എന്ന് പറയുന്നത്, എൽ ഡി എഫിന്റെ ഗവൺമെന്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത് ഇതിന്റെ അകത്തുള്ള ഉദ്യോഗസ്ഥരുൾപ്പെടെ IAS ഉദ്യോഗസ്ഥരുൾപ്പെടെ വന്ന് പുറത്തു പറയാ. കാര്യം ഇപ്പൊ അവർക്ക് ധൈര്യമുണ്ട് പറയാൻ. കാരണം എന്താ, ഇനി അദ്ദേഹത്തിന് ശേഷം ഇനിയും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ഇനി ഉണ്ടാവില്ല, CPM ഇനി ഭരണത്തിലേക്ക് കയറില്ല എന്ന് 100% ഉറപ്പായതുകൊണ്ട് ധൈര്യസമേതം അവർക്ക് വന്ന് പുറത്തു പറയുകയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ കോൺഫിഡൻസിന്റെ കാര്യം എന്താണ്? യു ഡി എഫിന്റെ കോൺഫിഡൻസിന്റെ കാര്യം നമുക്കറിയാമല്ലോ. ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പുകളിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ, സാധാരണ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പറയാറുണ്ട്, കോൺഗ്രസ്സുകാർ തന്നെ പറയാറുണ്ട്, CPM-നായിരിക്കും മിക്കവാറും ഒരു മേൽക്കൈ കിട്ടുന്നത് ആ താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ ഞങ്ങൾ തന്നെ പലപ്പോഴും പറയാറുണ്ട്. പക്ഷേ ഇവിടെ എന്താ, ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ CPM-ന് വലിയ അടിയാണ് ലഭിച്ചിരിക്കുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, തിരുവനന്തപുരം കോർപ്പറേഷൻ, ഇവരുടെ കയ്യിലിരുന്ന കോർപ്പറേഷനിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു മേയറെ അവതരിപ്പിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് ഒരു മേയർ ഉണ്ടായിരുന്നല്ലോ, അവരെ വീണ്ടും മത്സരിപ്പിക്കാൻ പോലും തയ്യാറാകാതെ BJP-യുമായി സെറ്റിൽ ചെയ്യലായിരുന്നു. അതുകൊണ്ടല്ലേ ഇവരുടെ ഭരണം പോയത്? അതുകൊണ്ടല്ലേ BJP തിരുവനന്തപുരം നഗരസഭയിൽ ഇത്ര ഒരു സ്വീപ്പിംഗ് മജോറിറ്റി കിട്ടാനുണ്ടായ കാരണം? ഞങ്ങൾ അങ്ങനല്ല മാധു, അങ്ങനൊന്നും മിസ്ഇന്റർപ്രിറ്റ് ചെയ്യല്ലേ. അവര് മേയറായിരുന്ന ഒരാളെ രണ്ടാമത് മത്സരിപ്പിച്ചില്ല എന്നുള്ളതല്ല, ഒരു അസംബ്ലി സീറ്റ് പോലും കൊടുത്തില്ല. ഇവര് വലിയ കാര്യമായിട്ടൊക്കെ വലിയ മഹത്വവൽക്കരിച്ച് പറഞ്ഞിരുന്നതാണല്ലോ. അപ്പോ ഞാൻ പറയുന്നത് ഈ കോർപ്പറേഷൻ തിരുവനന്തപുരം നഗരസഭ ഇവർക്ക് എൻ്റെ പൊന്ന് ദീപ്തി മേരി വർഗീസ്, ഈ ബി ജെ പി എന്ന് പറയുന്ന ഒരു പാർട്ടിയുമായിട്ട് എൽ ഡി എഫ് സഖ്യം ചേർന്ന് നിന്നുകൊണ്ട് അവിടെ വി രാജേഷിനെ ജയിപ്പിച്ചാണെന്നാണ് നിങ്ങൾ പറയുന്നത്. നാണമില്ല. നല്ല തല്ല് കിട്ടാത്തതിൻ്റെ കുഴപ്പമാണ്, അല്ല തല്ലിൻ്റെ കുറവാണ്. ഈ നമ്മുടെ ആര്യ രാജേന്ദ്രൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് ആയത് കൊണ്ട് തന്നെ ആര്യ രാജേന്ദ്രനെ ആ ഭരണത്തിലേക്ക് ഏൽപ്പിച്ച, അല്ലെങ്കിൽ ആ ഒരു അധികാരം നൽകിയൊരു പാർട്ടി തന്നെ ആര്യ രാജേന്ദ്രൻ ഇനി മത്സരിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തി. അതുകൊണ്ട് മാത്രമല്ല, ഒരു മേയറായി നിന്നിരുന്ന ഒരു വ്യക്തി പോയിട്ടൊരു MLA ആയിട്ട് നിൽക്കുക എന്ന് പറയുമ്പോൾ അവർക്കുണ്ടായിരുന്ന ഒരു വാല്യൂ അതിൽ നിന്ന് ഏറ്റവും താഴേക്ക് പോകുന്നതാണെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെയാണ് LDF എന്ന് പറയുന്നൊരു പാർട്ടി അവരെ മാറ്റി നിർത്തിയത്. അത് മാത്രവുമല്ല, ജനഹിതം കൂടി മനസ്സിലാക്കിക്കൊണ്ടൊക്കെ തന്നെയാണ് LDF ഈ ഒരു കാര്യത്തിൽ തീരുമാനമെടുത്തത്. അതിനെ വരെ നിങ്ങൾ പറയുന്നത് BJP-യുമായിട്ട് സഖ്യം ചേർന്ന് നിന്നുകൊണ്ട് ആര്യ രാജേന്ദ്രനെ എടുത്ത് കളഞ്ഞതാണ്, അല്ലെ ആര്യ രാജേന്ദ്രനെ മത്സരിപ്പിക്കാനുള്ള ധൈര്യമില്ലായിരുന്നു എന്നാണ്. ഇതൊക്കെ ആണത്തം എന്ന് പറയുന്നൊരു സാധനം അത് LDF-ന് ഉള്ളത് കൊണ്ട് മാത്രമാണ് ആര്യ രാജേന്ദ്രൻ അടക്കമുള്ള ഈ അഴിമതി വീരന്മാരുമായിട്ടുള്ള, അല്ലെങ്കിൽ പല രീതിയിലുള്ള വൃത്തികേടുകൾ പാർട്ടിക്കുള്ളിൽ നിന്ന് ചെയ്യുന്ന ആളുകളെ, ജനങ്ങളെ വേണ്ട രീതിയിൽ മൈൻഡ് ചെയ്യാത്ത ആളുകളെയൊക്കെ മാറ്റി നിർത്തുക എന്ന് പറയുന്നത്. നിങ്ങളുടെ ഏതെങ്കിലും ഒരു പാർട്ടി നേതാവിന്, അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഏതെങ്കിലും ഒരാൾക്ക് ഈ രീതിയിൽ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഈ രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കുമോ? ഒരാൾക്ക് സാധിക്കത്തില്ല. പെണ്ണുപിടിയന്മാരുടെ സംഘമുള്ളത് നിങ്ങളുടെ പാർട്ടിയിലാണ്, അഴിമതി വീരന്മാർ ഏറ്റവും കൂടുതലുള്ളത് നിങ്ങളുടെ പാർട്ടിയിലാണ്. ഇതൊന്നും നിങ്ങളുടെ കൺമുൻപിൽ കാണില്ല. നിങ്ങളുടെ കൺമുൻപിൽ കാണുന്നത് മാത്രമാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് നിങ്ങൾ പറയുന്നത് മാത്രമാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ മെഴുകുന്ന രീതി ഉണ്ടല്ലോ, അതൊക്കെ നിങ്ങളുടെ അങ്ങ് പാർട്ടി ഓഫീസിൽ പോയി എടുത്താൽ മതി. അവിടെ സതീശൻ അടക്കമുള്ള, രമേശ് ചെന്നിത്തല അടക്കമുള്ള നിങ്ങളുടെ മുതിർന്ന കൊങ്ങി നേതാക്കന്മാരും കാണും. അവരുടെ അടുത്ത് ഈ ഡയലോഗ് അടിക്കുക. അല്ലാതെ വന്നിരുന്നുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾ ഇങ്ങനെയാണ്, ജനങ്ങൾക്കൊന്നും കിട്ടുന്നില്ല എന്നൊന്നും പറഞ്ഞ് മെഴുകാൻ നോക്കല്ലേ എൻ്റെ പൊന്ന് ദീപ്തി മേരി വർഗീസേ. ഇനി അരുൺകുമാറിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട്, അരുൺകുമാർ പറയുന്ന മറുപടികളുണ്ട്. പിന്നെ മാത്തു സജി പറയുന്നൊരു കാര്യം കൂടിയുണ്ട്. വൻമരങ്ങൾ കടപുഴകുമോ എന്നുള്ളൊരു ഒരു സബ് ടൈറ്റിൽ ഇട്ടുകൊണ്ട്, അല്ലെങ്കിൽ ഒരു ഹെഡ്ലൈൻ ഇട്ടുകൊണ്ട് മാത്തു സജി പറയുന്നൊരു കാര്യം കൂടിയുണ്ട്. ഞാൻ എന്തായാലും മാത്തു സജി പറയുന്ന കാര്യം കേൾപ്പിച്ചിട്ട് അരുൺകുമാറിന് എന്താ പറയാനുള്ളതെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് വിധിയെഴുതി. സംസ്ഥാനത്ത് UDF അനുകൂല തരംഗമെന്ന് മുഖ്യമന്ത്രി ചർച്ച തുടങ്ങി. എന്തിനാ, മന്ത്രിസഭയിലെ പേരുകൾ വരെ ചർച്ചയായി തുടങ്ങി. റീലും ബുക്കും ഡോക്യുമെന്ററിയുമായി പ്രതിപക്ഷ നേതാവാകാൻ ആരൊക്കെ ജയിക്കുമെന്ന് ചോദ്യങ്ങൾ തുടങ്ങി.
ഇന്നും ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെയായി വന്ന എക്സിറ്റ് പോൾ ഫലം ആ തരംഗത്തിന്റെ കനം നേർത്തില്ലാതാക്കി കടുത്ത പോരാട്ടത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു. ആരും അത്ര സേഫ് അല്ലെന്ന് മണ്ഡലത്തിൽ നിന്ന് ഇറങ്ങാത്ത സംസ്ഥാന നേതാക്കളെ കണ്ട തെരഞ്ഞെടുപ്പാണിത്. 1 ഡസൻ മന്ത്രിമാർ തോൽക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പ്രവചിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് സേഫ് ആണോ എന്ന് മുഖ്യമന്ത്രി ഒരിക്കൽ ചോദിക്കുകയും ചെയ്തിരുന്നു. അവർക്കറിയാം ആർക്ക് എന്തിനു കുത്തിയെന്ന്. ജനങ്ങൾക്ക് വൻമരങ്ങൾ കടപെടുക്കുമോ എന്നതാണ് ചോദ്യം. ആ പറയുന്ന കാര്യത്തിൽ തന്നെ നമുക്ക് ഏകദേശം നമുക്ക് ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ സാധിക്കും. ഈ നാട്ടിൽ വീണ്ടും LDF വരും. LDF ആണ് വരുമെന്ന് ഞാൻ പറയുന്നത്, പിണറായി വിജയൻ വരുമെന്നല്ല ഞാൻ പറയുന്നത്. LDF തന്നെ അധികാരത്തിൽ വരുമെന്നാണ് എനിക്ക് പൂർണ്ണമായിട്ടുള്ള എനിക്ക് എൻ്റെ മനസ്സ് പറയുന്നത്. കാരണം ഒരുപാട് നല്ല കാര്യങ്ങൾ LDF ചെയ്യുന്നുണ്ട്. ഒരുപാട് നല്ല കാര്യങ്ങൾ ഏതൊക്കെയാണ് നിങ്ങൾ എണ്ണി ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ എണ്ണി പറയാനായിട്ട് ഞാൻ ഒരു രാഷ്ട്രീയ പ്രവർത്തകനൊന്നുമല്ല. ഞാൻ എൻ്റെ കൺമുൻപിൽ കാണുന്ന നല്ലതെന്ന് തന്നെയാണ് എപ്പോഴും പറയാറുള്ളത്. അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ, അതായത് നമ്മളിപ്പോൾ സംസാരിക്കുന്നത് പോലെ നമുക്ക് സംസാരിക്കാൻ ശബ്ദം പുറത്ത് വിട്ടുകൊണ്ട് ആർക്കെതിരെയും ഏതൊരു നേതാവിനെതിരെയും നമുക്ക് പ്രതികരിക്കാൻ സാധിക്കുന്നത് ഇവിടെ LDF എന്ന് പറയുന്ന ഒരു പാർട്ടി ഉള്ളത് കൊണ്ടാണെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. അതേസമയം BJP ആയിരുന്നു അല്ലെ കോൺഗ്രസ് ആയിരുന്നു ഇവിടെ ഭരിച്ചിരുന്നതെങ്കിൽ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം അല്ലെ ഈ പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് കിട്ടില്ല. അതെല്ലാവർക്കും അറിയാം. ഈ നാട്ടിലെ ജനങ്ങൾ ഉറ്റുനോക്കുന്നത് അത് തന്നെയാണ്. കുറേ പണം കിട്ടിയതുകൊണ്ട്, കുറേ പെൻഷൻ കിട്ടിയതുകൊണ്ട്, അക്കൗണ്ട് കുറച്ച് നിറഞ്ഞതുകൊണ്ട് അതൊന്നും അല്ല ജനങ്ങൾ നോക്കുന്നത്. അവരുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടിയിട്ട്, അവരുടെ നല്ല ജീവിതത്തിന് വേണ്ടിയിട്ട് എന്താണ് സർക്കാർ ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. ഇനി അരുൺകുമാറിന് പറയാനുള്ള കാര്യം കൂടി നമുക്കൊന്ന് കണ്ടു നോക്കാം. എന്ന പാർട്ടി സെക്രട്ടറി മാധ്യമങ്ങളെ കണ്ടു പറഞ്ഞ കണക്കിൽ LDF ഉറച്ചു നിൽക്കുന്നുണ്ടോ? അല്ല, ഞാനിപ്പോ മണ്ഡലത്തിന്റെ കണക്കിന്റെ കാര്യത്തിലേക്ക് കിടക്കുന്നില്ല. പാർട്ടി കൃത്യമായി വിലയിരുത്തി ബൂത്തുകളിൽ നിന്ന് വരുന്ന ഓരോ പോളിംഗിന് ശേഷം ഞങ്ങളുടെ ബൂത്ത് കമ്മിറ്റികൾ കൊടുക്കുന്ന കണക്കുകൾ പരിശോധിച്ച് അവ കണക്ക് കൂട്ടിയിട്ടാണ് ഓരോ മണ്ഡലത്തിന്റെയും വിജയ സാധ്യത ഞങ്ങൾ മുകളിലേക്ക് കൊടുക്കുകയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യുകയും ചെയ്തത്. സംസ്ഥാന സെക്രട്ടറി അത് കൃത്യമായി വിലയിരുത്തിയിട്ട് തന്നെയാണ് വ്യക്തമായിട്ടുള്ള ഭൂരിപക്ഷം കിട്ടും എന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. അതിനൊരു മാറ്റവും വന്നിട്ടില്ല. അതിനുശേഷം വന്നിരിക്കുന്നത് ഈ എക്സിറ്റ് പോൾ ആണ്. പക്ഷെ എക്സിറ്റ് പോളിന്റെ ഒരു ആധികാരികതയും അതിന്റെ പഠന വിധേയമാക്കിയ വിഷയങ്ങളും അതിൽ എത്ര പേരുടെ സാമ്പിൾ എടുത്തു എന്നതിനെ കുറിച്ചും എല്ലാം സംശയങ്ങളുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ് മെച്ചപ്പെട്ട വിജയത്തിന് വേണ്ടി. സാധാരണഗതിയിൽ ശരിയാണ്. ഈ താഴെ ഘടകം എന്തായാലും LDF തന്നെ ഭരണത്തിൽ വരും, തുടർ ഭരണത്തിൽ വരും. 3.0 പിണറായി വിജയൻ അല്ലെ LDF 3.0 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കമൻറ്റുകളൊക്കെ ഞാൻ കാണുന്നുണ്ട് കേട്ടോ. ഞാൻ ശരിക്കും അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. ഞാനൊരു LDF വിരോധിയോ UDF വിരോധിയോ BJP വിരോധിയോ ഒന്നുമല്ല. നല്ല കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് ആരോ അവരെ നമ്മൾ അംഗീകരിക്കും. ആ ഒരു കാര്യം തന്നെയാണ് എനിക്ക് ഇവിടെയും പറയാനുള്ളത്. ഇതിൽ വീണ്ടും തുടർ ഭരണത്തിൽ വരുമോ വരത്തില്ലയോ എന്നുള്ളൊരു കാര്യമൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ തുടർ ഭരണത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആര് വന്നാലും LDFന് പകരമാവാൻ ആർക്കും സാധിക്കത്തില്ല എന്നുള്ളൊരു കാര്യം എനിക്കിവിടെ ഉറപ്പിച്ച് പറയാൻ സാധിക്കും. എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോയിലും കാണുന്നത് അല്ലെ ഈ ഒരു ചർച്ചകളിലൊക്കെ കാണുന്നത് സ്മൃതീശന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്മൃതീശൻ തുടങ്ങി വെച്ച കുറച്ച് കാര്യങ്ങൾ അത് അവസാനിപ്പിക്കാനായിട്ട് അവരുടെ കൂട്ടത്തിലുള്ള നേതാക്കന്മാർ സ്മൃതിക്കൊപ്പം വന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. എന്തേ സ്മൃതീശനെ വെച്ചുകൊണ്ട് ഈ ചർച്ച ചെയ്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം സ്മൃതീശൻ ഈ കുങ്ങികളുടെ അടിമയാണെന്നുള്ളത്. അത് കൂടുതൽ ആളുകൾക്ക് മനസ്സിലാവുന്നുള്ളൊരു പേടി അല്ലെ മനസ്സിലാവുന്ന അറിയാവുന്നത് കൊണ്ട് തന്നെയും ചാനലിൻ്റെ റേറ്റിംഗ് കുറയുമെന്നുള്ളത് അറിയാവുന്നത് കൊണ്ട് തന്നെയും ഇവിടെ ശരിക്കും മാത്തു സുജിയെ പിടിച്ചിരുത്തി ചർച്ചയ്ക്ക് എത്തിയിരിക്കുകയാണ്. എന്തായാലും കാര്യങ്ങളെപ്പറ്റി കാര്യമായിട്ടുള്ള ബോധ്യമുള്ള, കാര്യങ്ങളെപ്പറ്റി കൃത്യമായിട്ട് പഠിക്കാൻ കഴിവുള്ള ഒരാൾ വന്നിരുന്ന് ചർച്ച ചെയ്യുന്നതന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. എങ്ങനെയെങ്കിലും LDF ഇല്ലാതെ ആവണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് മുൻപിലേക്ക് എന്തായാലും അടുത്ത ദിവസം ജനം എഴുതിയ വിധി അല്ല ആ വിധിയുടെ ആ ഒരു റിസൾട്ട് വരുമ്പോൾ ഈ മെഴുകലുകളൊക്കെ അവിടെ വീണ്ടും കാണുമെന്ന് ഞാൻ എടുത്തു പറയുകയാണ്. അഡ്വക്കേറ്റ് ദീപ മേരി വർഗീസ് പറഞ്ഞതുപോലെ ഈ നാട്ടിൽ അഴിമതികൾ മാത്രമാണ് LDF സർക്കാർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ടുകൊണ്ട് കയ്യും കെട്ടിയിരിക്കാനായിട്ടുള്ള കഴിവുകേടൊന്നും ഈ നാട്ടിലെ ജനങ്ങൾക്കില്ല. ഈ നാട്ടിലെ ജനങ്ങൾ പൂർണ്ണമായിട്ടും ബോധ്യമുള്ളവരാണ് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നുള്ളത്. ജയിക്കുക എന്നുള്ളത് ഏകദേശം അവർക്ക് മനസ്സിലായി LDF ജയിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പുതിയ കഥ ഇറക്കുന്നത് BJPയുമായിട്ട് സഖ്യം ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് തന്നെ LDF ജയിക്കും അല്ലെ LDF ഒരിക്കലും ജയിക്കില്ല എന്നുള്ള രീതിയിലേക്ക് പറയുകയാണ്. ജയിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു കച്ചിത്തുരുമ്പ് വേണ്ട, പറഞ്ഞ് നടക്കണ്ടേ. ഇപ്പോഴേ ഞങ്ങളത് പറഞ്ഞു, ജയിച്ചപ്പോഴല്ല പറഞ്ഞത്, മുൻപേ ഞങ്ങളത് പറഞ്ഞു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഓരോരോ ഉടായിപ്പോയിട്ട് വരികയാണ്. എന്തായാലും ജനങ്ങൾ ഇവരുടെയൊക്കെ ഉള്ളിലുള്ള വർഗീയതയും ജാതീയതയും ഒക്കെ ഇങ്ങനെ രണ്ടായിട്ട് വലിച്ചു കീറും. ആ വലിച്ചു കീറുന്നതിൻ്റെ റിസൾട്ട് നമുക്ക് എന്തായാലും അടുത്ത ദിവസം കാണാം. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണുന്നവരെ കാത്തിരിക്കുക. ഓക്കെ.